ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം നടത്തിയ പ്രസംഗത്തിൽ വളരെ മോശമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തി. കണ്ണൂർ പറഞ്ഞു കേൾക്കുന്നത് പോലെ എട്ടുമുക്കാൽ അട്ടിവെച്ചതുപോലെ പൊക്കം കുറഞ്ഞ ഒരാളാണ് ഈ സമരത്തിൽ തള്ളിക്കേറിയത്. അയാൾക്ക് ഒരു ആരോഗ്യമില്ല, അസംബ്ലിയുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തതെന്ന്. ഉയരം കുറഞ്ഞ ആളുകളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുച്ഛമാണോ? പുച്ഛമാണോ? ഉയരം കുറഞ്ഞ ആളുകളോട് അദ്ദേഹത്തിന് എന്താ ഇത്ര ഒരു ദേഷ്യവും ഒരു അവജ്ഞയും? ഇത് ബോഡി ഷെയ്മിംഗ് ആണ്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ സ്പീക്കർക്ക് കത്ത് കൊടുക്കുകയാണ്. ഒന്നുകിൽ മുഖ്യമന്ത്രി പിൻവലിക്കണം, അല്ലെങ്കിൽ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. മുഖ്യമന്ത്രി അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇത് CPM പല പ്രാവശ്യമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതിനു മുമ്പ് മന്ത്രി വാസവൻ ഇതുപോലെ ഒരു പരാമർശം നടത്തി. അമിതാഭ് ബച്ചനെ പോലെ ഇരുന്ന കോൺഗ്രസ് ഇപ്പോൾ ഇന്ദ്രൻസിനെ പോലെ ആയി എന്നൊരു പരാമർശം. ഇന്ദ്രൻസ് എന്താ മോശക്കാരനാണ്? ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് ഇന്ദ്രൻസ്. അദ്ദേഹം നല്ല നടനാണ്, മികച്ച നടനാണ്. അപ്പോൾ പുച്ഛമാണ് ഇവർക്ക്. അന്ന് വാസവൻ അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞു, ഞാനന്ന് ബോധ്യപ്പെടുത്തി. ഇപ്പം മുഖ്യമന്ത്രി തന്നെ ഉയരക്കുറവിനെ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ്. സുപ്രീം കോടതി വിധി വരെയുണ്ട്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാചകമാണ്, ബോഡി ഷെയ്മിംഗ് ആണ് നടത്തിയത്. അതിനു മുമ്പ് നടത്തിയ പാർലമെന്ററി കാര്യമന്ത്രി നമ്മുടെ ഉമാ തോമസിൻ്റെ രോഗത്തെക്കുറിച്ചും അവർക്ക് ആരോഗ്യമില്ലാത്തതിനെക്കുറിച്ചും എന്നിട്ട് അവരെ മുമ്പിൽ നിർത്തിയിട്ടാണ് നമ്മൾ അവരെ കവചമാക്കിയിട്ടാണ് സമരം ചെയ്തതെന്ന് പറഞ്ഞു. ആ പ്രസ്താവനയും പിൻവലിക്കണം. അവർ ആരോഗ്യവതിയായിട്ടാണ് നിയമസഭയിലേക്ക് വന്നിരിക്കുന്നത്, രോഗമെല്ലാം മാറിയിട്ട്. അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് പാർലമെന്ററി കാര്യമന്ത്രി പ്രത്യേകിച്ച് ഉത്കണ്ഠപ്പെടേണ്ട. അവരുടെ അനാരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞും ഒക്കെ അങ്ങനെ പറയാൻ പാടില്ല. ഒരാളുടെ അനാരോഗ്യത്തെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ ഒന്നും നിയമസഭ പോലുള്ളൊരു വേദിയിൽ പറയാൻ പാടില്ല. പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതും പിൻവലിക്കണം. രണ്ടും തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. അവർ തള്ളിമാറ്റിയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ വാച്ച് ആൻഡ് വാർഡ്. ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ പുതിയ കാലത്തെക്കുറിച്ചൊന്നും അറിയില്ലേ? ഏത് നൂറ്റാണ്ടിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്? ഇവർ വലിയ പുരോഗമനകാരികളാണെന്നൊക്കെ പറയുകയും ചെയ്യുക. വായ് തുറന്നാൽ ഇതുപോലത്തെ വർത്തമാനം വരുള്ളൂ. എട്ടുമുക്കാലടി വെച്ചതുപോലെ എന്ന് മാത്രമല്ല, ഉയരക്കുറവുള്ള ഒരാൾ എന്നൂടി പറഞ്ഞു. ഉയരക്കുറവുള്ള ഒരാൾ, ശരീരശേഷിയില്ലാത്ത ആൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് അളവുകോൽ ഇവരെല്ലാം കയ്യിൽ കൊടുത്തിരിക്കുന്നത്? എത്ര പൊക്കം വേണം ഒരാൾക്ക്? എത്ര പൊക്കം വേണം? മുഖ്യമന്ത്രിയുടെ കയ്യിൽ അളവുണ്ടോ? ഒരു ഉയരക്കുറവിനെ ഒന്നും കളിയാക്കാൻ പാടില്ല, ആരോഗ്യമില്ലാത്തതിനെ കളിയാക്കാൻ പാടില്ല. ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്, ഏത് നിമിഷം വേണമെങ്കിലും. അപ്പോൾ അതിനെയൊന്നും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, ബോഡി ഷെയ്മിംഗ് ആണ്. ഇവർ പുരോഗമനവാദികളാണെന്ന് വെറുതെ പറയുന്നതാണ്. ഇവർ വല്ല 19-ാം നൂറ്റാണ്ടിലെ സ്പെയിനിൽ ജീവിക്കേണ്ട ആളുകളാണ്. ഇത്രയും ദിവസം വാ തുറന്നില്ലല്ലോ. അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ഒരു കോടീശ്വരന് വിറ്റിരിക്കുകയാണ്. കോടീശ്വരന്. കടകംപള്ളിയോട് ചോദിച്ചാൽ അറിയാം ആരാ കോടീശ്വരൻ, ഏത് കോടീശ്വരനാണ് വിറ്റിരിക്കുന്നത്. എന്നിട്ട് ഗുരുതരമായൊരു കേസ്, അതായത് സ്വർണം ചെമ്പാക്കി മാറ്റിയ രാസവിദ്യ, ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഈ മുഖ്യമന്ത്രി ഇത്രയും ദിവസമായിട്ട് വാ തുറന്നില്ലല്ലോ. ഞങ്ങളിത് 3-ാമത്തെ ദിവസമല്ലേ അസംബ്ലിയിൽ സമരം നടത്തുന്നത്? 19-ാം തീയതി ഞങ്ങൾ നോട്ടീസ് കൊടുത്തതല്ലേ? ആ നോട്ടീസ് റിജക്റ്റ് ചെയ്തല്ലോ. അപ്പോൾ എവിടെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ നാവ്? ഒരു പത്രസമ്മേളനം നടത്തി സർക്കാർ പറയാനുള്ളത് പറയണ്ടേ? കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയണ്ടേ? എവിടെയായിരുന്നു നാവ്? എന്നിട്ടിപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല എന്നാണ്. ഞങ്ങൾക്കൊരു ചർച്ചയും വേണ്ട ഈ വിഷയത്തിൽ, ഇനി ഒരു ചർച്ച വേണ്ട. ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം തുടരും. ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് നടത്തുന്ന പ്രതിഷേധമാണ്. അയ്യപ്പൻ്റെ ദ്വാരപാലക വിഗ്രഹം മാത്രമല്ല, കട്ടളപ്പടിയും വാതിലൊക്കെ അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. എല്ലാം അടിച്ചുകൊണ്ട് പോയിരിക്കുക. എന്നിട്ട് രണ്ടാമത് ഈ ഗവൺമെൻറ് അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു വരുത്തിയിരിക്കുക 25-ൽ വീണ്ടും കക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രാവശ്യം അയ്യപ്പ വിഗ്രഹം കൂടി കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. അതുകൂടി കൊണ്ടുപോയാണ്. അല്ല, CBI അന്വേഷണം ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? സ്റ്റേറ്റ് പോലീസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ സൂപ്പർവിഷനിൽ CBIയും പൂർണ്ണമായി വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ സൂപ്പർവിഷൻ. ആ സാഹചര്യത്തിൽ ഹൈക്കോടതി ഒരു SIT പ്രഖ്യാപിച്ചു. ഗവൺമെന്റിനോടല്ല SIT രൂപീകരിക്കാൻ പറഞ്ഞത്. അവിടുത്തെ ചെറിയ ഉദ്യോഗസ്ഥരെ തൊട്ട് വലിയ ഉദ്യോഗസ്ഥർ വരെ ഹൈക്കോടതി തീരുമാനിച്ചു. ഈ ഗവൺമെന്റിനുള്ള അവിശ്വാസമാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണത്തിന് ഞങ്ങൾ എതിരല്ല. ഞങ്ങളുടെ ആവശ്യം CBI അന്വേഷണമായിരുന്നു. പക്ഷേ ഹൈക്കോടതി അത് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഞങ്ങൾ അതുമായി സഹകരിക്കുമെന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ. CBI ചോദിക്കാൻ പാടില്ലേ? CBI ഞങ്ങൾ പറയാൻ കാര്യം, ഒന്ന് കേരള പോലീസിൽ വിശ്വാസമില്ല,
പിന്നെ ചെന്നൈയിലും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് ഇത് വിറ്റിരിക്കുന്നത്. ഇത് കേരളത്തിലുള്ളൊരു കോടീശ്വരൻ ഇത് മേടിക്കാൻ സാധ്യതയില്ലല്ലോ. കേരളത്തിന് പുറത്തേക്ക് അത് പറയാം. അത് കരാമ്പള്ളിയോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറയും.